ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് നല്ലൊരു അടിപൊളി കോംബോ ആണ് ചിക്കൻ ബറയും അതുപോലെ തന്നെ പാൽ പൊറോട്ടയും. അപ്പോൾ ആദ്യം തന്നെ ഇതാ ചിക്കൻ ബറക്കിൽ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കലാണ്. അപ്പോൾ ഇതൊരു 600-650 ഗ്രാം ചിക്കൻ ഉണ്ടാവും. അതൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ചേർക്കുന്നത് ഇതാ 1 സ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ 1/2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ അതുപോലെ ഒരു സ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂണ് ഗരം മസാല, പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തെടുത്തത്, പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തത്, പിന്നെ ഇതാ ഒരു അരമുറി ചെറുനാരങ്ങൻ്റെ നീരാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു ഉള്ളിയാണ്. ഇതിപ്പോൾ ഉള്ളി ഒരു 2 ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പം ഇത് മുഴുവനായിട്ട് ചേർക്കേണ്ട, ഇതിൽ നിന്നൊരു 1.5 സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബാക്കി നമുക്ക് ഗ്രേവിക്ക് യൂസ് ചെയ്യാനുണ്ട്, അപ്പം അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് സമയമുണ്ടെങ്കിൽ ഇത് നേരത്തെ തന്നെ ചെയ്ത് വെക്കാം കേട്ടോ. എത്ര ടൈം നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നോ അത്രയും ടേസ്റ്റാണ്. ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും വെക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നാൽ ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത അതേ ഓയിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതല്ലെങ്കിൽ ഗീ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നാൽ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ച ചിക്കനില്ലേ, ഇതിപ്പോൾ ഒരു മണിക്കൂറിൽ കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്, അത് വെച്ച് കൊടുക്കുക. പിന്നെ ആ ഒരു പാത്രത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ബാക്കിയുണ്ടാകുന്ന മസാലയില്ലേ അതും കൂടി ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കനിൽ കുക്കാകുന്ന സമയം കൊണ്ട് ഇതിനുള്ളൊരു ഗ്രേവി റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് 1 സ്പൂണ് ഗീയും അതുപോലെ തന്നെ 1 സ്പൂണ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സായി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണൽ മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഉള്ളിയില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ ഫ്രൈ ചെയ്തെടുത്ത ഉള്ളി കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇതല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ ഇതിനേക്കാളും നല്ല ഫൈനായിട്ട് പൊടിച്ച് കിട്ടും. ഞാനിപ്പോൾ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതുകൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. ഇതിപ്പോൾ 3 തക്കാളി ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാഷു ഒന്ന് പേസ്റ്റാക്കി എടുത്തതാണ്. ഇതൊരു 10-15 ക്യാഷു വെള്ളത്തിലിട്ടിട്ട് പൊതിർത്തി എടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 2 പച്ചമുളക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് 1/2 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഓരോരോ ഐറ്റംസും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതെപ്പോഴും പറയണ്ടെന്ന് വെച്ചിട്ടാണ് അതങ്ങനെ പറയാത്തത്. അപ്പോൾ ഇതാ തൈരും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ തൈരൊക്കെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഒരു 1-2 മിനിറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ 3/4 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ വേണമെങ്കിൽ നമ്മൾ കാഷ്യൂ ഒക്കെ അടിച്ചെടുത്ത മിക്സിയില്ലേ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് കുലുക്കിയിട്ട് ആ ഒരു വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം 3/4 കപ്പ് 1 കപ്പ് അതിൻ്റെ ഇടയിൽ മതി കേട്ടോ. ഒരുപാടായി കഴിഞ്ഞാൽ ഈ ഒരു കറി ഭയങ്കരമായിട്ട് ലൂസായി പോകും. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ ഒരു 2-3 മിനിറ്റിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ച ചിക്കനില്ലേ അപ്പോൾ അതെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. കാരണം അതിൻ്റെ ഓയിലടക്കം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നാൽ ഇതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് 2-3 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം.
പിന്നെ അതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ഐറ്റംസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ പെപ്പർ പൗഡർ, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 സ്പൂൺ ചാട്ട് മസാല, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ കസൂരി മേത്തി, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1.5 സ്പൂൺ ഫ്രഷ് ക്രീമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് ചെറിയൊരു സ്റ്റീൽ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് കരി ഒന്ന് കനലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഓയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും ഉള്ളൊരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. ഈ ഒരു ചിക്കൻ ബറ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക, ഇഷ്ടമാവും. ഇത് വേണമെങ്കിൽ നമുക്കിത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മേലെ കുറച്ച് ഫ്രഷ് ക്രീമും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് കസൂരി മേത്തിയൊക്കെ ഇട്ടിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബറ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പാൽ പൊറോട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 3/4 സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു മുട്ടയും 1 സ്പൂൺ ഗീയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതാദ്യം എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പാലും കൂടെ ചേർത്തിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നേ ഇല്ല കേട്ടോ. ഇത് പാല് വെച്ചിട്ട് മാത്രമാണ് കുഴച്ചെടുക്കുന്നത്. അത് നോർമൽ ടെമ്പറേച്ചറുള്ള പാല്, ചൂടും അല്ല തണുപ്പും അല്ല. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് പാലെടുത്തിന്, പക്ഷെ അത്രയൊന്നും ആവശ്യം വന്നിട്ടില്ല കേട്ടോ. ഒരു 1/2 കപ്പ് പോലും വേണ്ടി വന്നിട്ടില്ല. നോക്കി ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പം മുട്ടയൊക്കെ അതിൻ്റെ അളവൊക്കെ വ്യത്യാസം വരുമ്പോൾ നമുക്ക് പാലെടുക്കുന്നതും എന്തായാലും അതിലും വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാല് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ല, ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റ് ഒരു 30 മിനിറ്റൊക്കെ ടൈം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഒരു അരമണിക്കൂറെല്ലാം കഴിഞ്ഞിട്ട് ഇതൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് 2 ബോൾസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള 2 വലിയൊരു ബോൾസാണ്. അപ്പോൾ ഇതൊന്ന് പരത്തിയെടുക്കുക. ഇത് നല്ലൊരു വലിയ രീതിയിൽ തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ഗീയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഗീയൊക്കെ ചേർക്കുമ്പോൾ എന്തായാലും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവില്ല, അപ്പം എന്തായാലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല ടൈറ്റിലൊന്ന് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക. അത് നമ്മൾ ഒരുപാട് ചെറിയ പീസിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ പൊറോട്ട കിട്ടുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ഓരോന്നും പരത്തിയെടുക്കുക. ഈ ഒരു രീതിയിലല്ലെങ്കിൽ നമ്മൾ മടക്ക് പത്തിലൊക്കെ ഉണ്ടാക്കുന്നില്ലേ സ്ക്വയർ ടൈപ്പിൽ, ആ ഒരു രീതിയിൽ വേണമെങ്കിലും നമുക്കിതിങ്ങനെ ലെയറായിട്ട് മടക്കിയിട്ട് അങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ. ഇത് കുറച്ചും കൂടി ഈസി ആയതുകൊണ്ടാണ് ഇങ്ങനെ മൊത്തത്തിലൊന്ന് റോൾ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ചുട്ടെടുക്കുക. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 സൈഡ് ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ലാസ്റ്റായിട്ടൊന്ന് തിരിച്ചിടുന്ന സമയത്ത് 2 ഭാഗത്തും കുറച്ചൊന്ന് ഗീയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ പാൽ പൊറോട്ടയും ചിക്കൻ ബറയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. അടിപൊളി കോംബോ ആണ്, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എപ്പോൾ പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണുക. അതുവരേക്കും ബൈ.